എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന വീഡിയോ കാട്ടുതാളിൻ്റെ കൂമ്പ് കറി വെക്കുന്നതാണ്. അതിനായിട്ട് നമുക്ക് പോയി കുറച്ച് താള് പറിച്ചെടുക്കാം. ഇതാ ഈ തോടിൻ്റെയൊക്കെ സൈഡിൽ കൂടെ പിന്നെ പാടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഈ കാട്ടുതാള് ധാരാളം ഉണ്ടാവും. ഞാൻ അതിൻ്റെ കൂമ്പാണ് പറിച്ചെടുത്തിട്ട് കറി വെക്കുന്നത്. ഇതാ ഇവിടെ ഇഷ്ടം പോലെ ഈ കാട്ടുതാളുണ്ട്, കണ്ടോ. ഇനി ഇതിൻ്റെ കൂമ്പ് പറിച്ചെടുക്കാം നമുക്ക്. ഇതിൻ്റെ തണ്ടെടുത്ത് കറി വയ്ക്കുന്നവരും ഉണ്ട്, പക്ഷേ ഞാനിവിടെ കൂമ്പാണ് എടുത്ത് കറി വയ്ക്കുന്നത്. ഈ കൂമ്പ് പയറിട്ടും കറി വയ്ക്കാം, പക്ഷേ എനിക്കിഷ്ടം ഇത് തന്നെ കറി വയ്ക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിത് കൂമ്പ് പറിച്ചിട്ട് ഇത് തന്നെയാണ് ഞാൻ കറി വയ്ക്കുന്നത്. കണ്ടോ, ഇങ്ങനത്തെ കൂമ്പാണ് ഞാൻ പറിച്ചെടുക്കുന്നത്. ഈ കൂമ്പ് പറിച്ചിട്ട് ചുരുട്ടിക്കെട്ടിയെടുക്കണം. ഇതാ ഞാൻ കുറച്ച് കൂമ്പ് താള് പറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി അതിൻ്റെ ഇല വിടർത്തിയെടുത്തിട്ട് അത് ചുരുട്ടിക്കെട്ടും. ഇതാ ഇങ്ങനെ ചുരുട്ടിയിട്ട് കെട്ടിയെടുക്കും, കണ്ടോ. ഇങ്ങനെയാണ് കെട്ടിയെടുക്കുന്നത്. ഇങ്ങനെ കെട്ടി വെക്കുന്നതാണ് കറിക്ക് നല്ലത്. അല്ലാതെ അരിഞ്ഞിടുമ്പോൾ അത് വിടർന്ന് അങ്ങനെ കിടക്കും, അതൊരു രസമില്ല. കണ്ടോ, അത് ഞാനിത് മൊത്തം ഇത് കെട്ടി വെച്ചേക്കുന്നുണ്ടോ, ഇങ്ങനെ കെട്ടി വെക്കും. ഇനി നമുക്കിതൊരു ചട്ടിക്കകത്തിട്ട് കറി വയ്ക്കാം. പെട്ടെന്ന് തന്നെ വേകുന്ന ഒരു കറിയാണിത്. ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 തണ്ട് കറിവേപ്പില, 1 ഗ്ലാസ് വെള്ളം അധികം ചേർക്കാതെ വയ്ക്കുന്നതാണ് നല്ലത്. ഒരു 3 കുടംപുളി, നല്ല പുളി. ഇതിന് ഇത്തിരി ഉപ്പും പുളിയും കൂടുതലുള്ളതാണ് നല്ലത്. എല്ലാം കൂടെ നമുക്ക് ഇനി അടുപ്പത്ത് വയ്ക്കാം. അത് മൂടി വയ്ക്കുന്നു. അതവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. ഇതാ തേങ്ങ, ജീരകം, കാന്താരിമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, 2 തണ്ട് കറിവേപ്പിലയും കൂടെ കൂട്ടി ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുക്കാം. അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഇത് വെന്തിരിക്കും, കണ്ടോ. നമുക്ക് നമ്മുടെ അരപ്പിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിടുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം. ഈ കർക്കിടക മാസത്തിൽ താളുകറി കൂട്ടുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കണ്ണിനാണെങ്കിൽ താള് വളരെ നല്ലതാണ്. ഈ താളിനകത്ത് വിറ്റാമിൻ എ, ബി, സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ പത്തിലക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ താളുകറി. കർക്കിടക മാസത്തിൽ 30 ദിവസം ഈ താളുകറി കൂട്ടിയാലും അത്രയും നല്ലതാണ്. ഇത് അരപ്പൊക്കെ ചേർത്ത് ഇനി ഒന്ന് തിളയ്ക്കാൻ മൂടി വെക്കാം നമുക്ക്. ഇതാ തിളച്ച് വന്നു കഴിഞ്ഞു. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതാ കണ്ടോ, കറി വെന്താ അത് കെട്ടി വെച്ചതൊന്നും അതിൻ്റെ കെട്ടൊന്നും അഴിഞ്ഞു പോയിട്ടില്ല, പാകത്തിന് വെള്ളമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനെ വറുത്തിടാം, കടുക് പൊട്ടിച്ചിടാം. നമ്മുടെ വയറിനും ഈ കറി വളരെ നല്ലതാണ്. താളുകറി വളരെ ഈ വയറിൻ്റെ ശുദ്ധീകരണത്തിനായിട്ടും. ഇതാ ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഞാനൊരു 2 സ്പൂണ് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം കടുകൊക്കെ പൊട്ടിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പിന്നെ പ്രത്യേക ടേസ്റ്റാണ് 1 സ്പൂൺ ഉലുവായും കൂടെ ഇട്ട് കടുക് പൊട്ടിച്ചൊഴിച്ചാൽ. ഉലുവായ്ക്കിടെ സ്വാദ് വരുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അതുകൊണ്ട് ഉലുവായിട്ട് കടുക് പൊട്ടിക്കാറാണ് ഞാൻ പതിവ്. നമ്മളിങ്ങനെ ഈ താളിൻ്റെ കൂടെ പയറിട്ടും കറി വയ്ക്കുന്നവരുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് മൂത്ത് വന്നപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുവാണ്. അതും ഒന്ന് മൂത്തൊരു ബ്രൗൺ കളറായി വരട്ടെ.
ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി നല്ല സുന്ദരമായ താളുകറിയാണ് ഇപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുന്നത്. പ്രത്യേക ഈ ഉലുവായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് കടുക് പൊട്ടിച്ചുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന്. പണ്ടൊക്കെ ഉള്ളവരെന്നും തന്നെ ഇങ്ങനെ താളുകറി വെച്ച് കൂട്ടുമായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 40-45 വർഷത്തിന് മുമ്പുള്ളവർക്കറിയാം. ഇത് എന്നും തന്നെ സാധാരണ വീടുകളിൽ വെക്കുന്നതാണ്. ഇതിൻ്റെ കൂടെയുള്ള വേറൊരു ഐറ്റമാണ് പന കുറുക്കിയത്. അങ്ങനെ പന കുറുക്കി തിന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. താള് കറിയും കഞ്ഞിയും കൂടെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇത് അടിപൊളി ചേമ്പ് കറി, കൂമ്പ് താള് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.